കാസർഗോഡ് വിഷൻ ചാനലിന്റെ പുതിയ ലോഗോ പ്രകാശിതമായി. പാലക്കുന്നിലെ ഹോട്ടൽ ബേക്കൽ പാലസ് ഹാളിൽ വെച്ച് ഉദുമ എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവാണ് ലോഗോ പ്രകാശനം ചെയ്തത്. മാറുന്ന ലോകത്ത് മാറ്റം അനിവാര്യമാണെന്ന് എംഎൽഎ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മാറുന്ന ലോകത്ത് മാറ്റം അനിവാര്യമാണെന്ന് ഉദുമ എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പറഞ്ഞു. കാസർഗോഡ് വിഷൻ ജില്ലാ ചാനലിന്റെ പുതിയ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ച് പാലക്കുന്നിലെ ബേക്കൽ പാലസ് ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നാളിതുവരെ പേരുദോഷമുണ്ടാക്കാത്ത പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. വളരെ ആധുനികമായ രീതിയിലേക്ക് കാര്യങ്ങൾ മുടിക്കുന്ന സമയത്ത് ചാനലുകൾക്ക് അതിൻ്റെ വലിയ സ്വാധീനം ഉന്നതമായിട്ട് അത് നടക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഉത്തരഭാഷ പറഞ്ഞതുപോലെ പ്രാദേശിക ചാനലുകൾക്കാണ് കൂടുതൽ വ്യൂവേഴ്സുകൾ. മറ്റുള്ള മത്സരിച്ചോളം പറയുമ്പോൾ പ്രാദേശിക ചാനലുകൾ കാണുന്നത് പ്രാദേശികമായി നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നതിന് കുറേ കൂടി നല്ലവണ്ണം വെച്ചിരിക്കും. ധാരാളമാണ് സ്ഥിരമായി ഈ കാസർഗോഡ് വിഷൻ കേസിൽ കൊടുക്കുന്ന കുടുംബങ്ങളെ നമുക്കറിയാം. ചടങ്ങിൽ COA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് BB മനോജ് കുമാർ അധ്യക്ഷനായി. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ആമുഖ ഭാഷണം നടത്തി. വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാരിന്റെ PRB വകുപ്പ് ജില്ലാ ചാനലുകളെ കൂടി PRB ലിസ്റ്റ്, കേബിൾ ചാനലുകളെ കൂടി PRB ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉദ്യോഗസ്ഥരും വിദഗ്ധരടങ്ങുന്ന ഒരു തീരുമാനം വളരെ മുമ്പ് വന്നിരുന്നു. പക്ഷെ അതിന്റെ തീരുമാനം വന്നെങ്കിലും അതിന്റെ പ്രോസസ് അങ്ങനെ പെൻഡിങ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പരമാവധി നിവേദനം കൊടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ അപ്പോഴാണ് നമ്മൾ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മൾ CMനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ ഓർഡർ ഇറങ്ങിക്കൊണ്ട് വിദഗ്ധര അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റിയുടെ ഇറങ്ങുകയും ഒരു കോപ്പി നോട്ടീസ് നമുക്ക് തരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ ജില്ലാ ചാനലുകളെ PRB ലിസ്റ്റിൽ ഔദ്യോഗികമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള വിഷൻ ഡയറക്ടർ M ലോകിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ P വിനോദ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് വിഷൻ ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറഞ്ഞു. COA ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മുമ്പാകെയായിരുന്നു പരിപാടി. 1 ലക്ഷത്തിലധികം വീടുകളിലായി 5 ലക്ഷത്തോളം പ്രേക്ഷകരുള്ള കാസർഗോഡ് വിഷൻ ചാനലിനു വേണ്ടി പുതിയ ലോഗോ ക്ഷണിച്ചിരുന്നു. ഇതിലൂടെ ലഭിച്ച നിരവധി ലോഗോകളിൽ നിന്നും കുമ്പളം പാറയിലെ ജാസ്റ്റോറി മീഡിയ ഉടമ മുഹമ്മദ് ജാസിർ തയ്യാറാക്കിയ ലോഗോയാണ് ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി 11 നടക്കുന്ന കാസർഗോഡ് വിഷൻ ടവറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഇദ്ദേഹത്തിനുള്ള പുരസ്കാരം സമ്മാനിക്കും. കഴിഞ്ഞ 18 വർഷക്കാലമായി കാസർഗോഡിന്റെ ജനമനസ്സിനെ കീഴടക്കിക്കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ കാസർഗോഡ് വിഷന് കഴിഞ്ഞിട്ടുണ്ട്. 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത്യാധുനിക സംവിധാനത്തോടെ പണിതൊരുക്കിയ ആസ്ഥാന മന്ദിരത്തിലെ നവീകരിച്ച സ്റ്റുഡിയോയിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ ജനകീയ പരിപാടികളുമായി ചാനലിന്റെ പ്രവർത്തനം രൂപത്തിലും ഭാവത്തിലും പ്രേക്ഷകർക്ക് പുതുവർഷ സമ്മാനമായി ലഭിച്ചു തുടങ്ങും. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.